ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 214/2014. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമരനായിക എന്നറിയപ്പെടുന്നത്? ഉത്തരം സരോജിനി നായിഡു. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ദിവസം? ഉത്തരം ജൂൺ 21. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? ഉത്തരം അയ്യങ്കാളി. ഇന്ത്യയുടെ ദേശീയ നദി? ഉത്തരം ഗംഗ. ഞാൻ എന്ന ആത്മകഥയുടെ രചയിതാവ്? ഉത്തരം NN പിള്ള. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം? ഉത്തരം കബഡി. ഗലീന ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം ലെഡ്. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം? ഉത്തരം 1932. തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി വനിത? ഉത്തരം അൽഫോൻസാമ്മ. ഇന്റർനെറ്റിന്റെ പിതാവ്? ഉത്തരം വിൻഡൻ സർഫ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീൽ ഡിലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിന്റെ അടുത്ത ചോദ്യം നോക്കാം. ആര്യസമാജം സ്ഥാപിച്ചത്? ഉത്തരം ദയാനന്ദ സരസ്വതി. 2016 ഒളിമ്പിക്സ് വേദിയാവുന്ന രാജ്യം? ഉത്തരം ബ്രസീൽ. ശ്രദ്ധിക്കുക, ഇത് 2014 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അന്നത്തെ ചോദ്യമായിരുന്നു 2016 ഒളിമ്പിക്സിന് വേദിയാവുന്ന രാജ്യം. അന്ന് ബ്രസീലായിരുന്നു. നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത് അടുത്ത ഒളിമ്പിക്സിന് വേദിയാവുന്നത് 2028 വേദിയാവുന്ന രാജ്യം അമേരിക്കയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ? ഉത്തരം പ്രസിഡന്റ്. കിഴക്കോട്ടൊഴുകുന്ന നദി? ഉത്തരം പാമ്പാർ. ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം? ഉത്തരം ആർഗൺ. സിക്സ്ത് സെൻസ് എന്ന സിനിമയുടെ സംവിധായകൻ? ഉത്തരം മനോജ് നൈറ്റ് ശ്യാമളൻ. കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ? ഉത്തരം ഡോക്ടർ PK രാധാകൃഷ്ണൻ. ശ്രദ്ധിക്കുക, ഇതല്ല ഇപ്പോഴത്തെ ആൻസർ. ഇത് 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അന്നത്തെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നു ഡോക്ടർ PK രാധാകൃഷ്ണൻ. ഇപ്പോഴത്തെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലാണ്. അടുത്ത ചോദ്യം നോക്കാം. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം? ഉത്തരം ഹംപി. നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? ഉത്തരം PC ഗോപാലൻ. നമുക്ക് മറ്റുള്ളവരുടെ കൂടെ ഒന്ന് നോക്കാം. VV അയ്യപ്പൻ കോവിലൻ, KE മത്തായി പാറപ്പുറത്ത്, PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ്. ഒന്നുകൂടെ വായിക്കാം. PC ഗോപാലൻ നന്ദനാർ, VV അയ്യപ്പൻ കോവിലൻ, KE മത്തായി പാറപ്പുറത്ത്, PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ്. അടുത്ത ചോദ്യം നോക്കാം. കിഴക്കൻ റെയിൽവേയുടെ ആസ്ഥാനം? ഉത്തരം കൊൽക്കത്ത. ഗുൽസരി ലാൽ നന്ദയുടെ സമാധി സ്ഥലം? ഉത്തരം നാരായൺ ഘട്ട്. കേരളത്തിന്റെ തനത് കലാരൂപം? ഉത്തരം കഥകളി. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ? ശ്രദ്ധിക്കുക, ഇത് 2014 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അന്നത്തെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ ആയിരുന്നു. എന്നാൽ ഇന്ന് 2025 നോക്കുകയാണെങ്കിൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. മറക്കരുത്, 2025 ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അടുത്ത ചോദ്യം. കേരള കായിക ദിനം ഒക്ടോബർ 13 ആരുടെ ജന്മദിനമാണ്? ഉത്തരം GV രാജ. അടുത്ത ചോദ്യം നോക്കാം. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ? ഉത്തരം പോർച്ചുഗീസുകാർ. ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഹൈഗ്രോമീറ്റർ. ജപ്പാൻ പാർലമെന്റ് അറിയപ്പെടുന്നത്? ഉത്തരം ഡയറ്റ്. ഭൂമിയിൽ 72 കിലോഗ്രാം ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം? ഉത്തരം 12. ഇന്ത്യയിൽ ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ? ഉത്തരം തമിഴ്. ഒറൈവ സറ്റൈവ ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം നെല്ല്. ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയ വർഷം? ഉത്തരം 1987. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ? ഉത്തരം ഇന്ദുലേഖ. കേരളത്തിലെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി? ശ്രദ്ധിക്കുക, പിണറായി വിജയനാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി. രമേശ് ചെന്നിത്തല അല്ല, അത് 2014 ആയിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയൻ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ്? ഉത്തരം ഡയോപ്റ്റർ. ലോക തണ്ണീർത്തട ദിനം? ഉത്തരം ഫെബ്രുവരി 2. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആസ്ഥാനം? ഉത്തരം ബാംഗ്ലൂർ. ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ? ഉത്തരം അഡ്രിനാലിൻ.
ഉപദ്വീപീയ ഇന്ത്യയിലെ നീളം കൂടിയ നദി? ഉത്തരം ഗോദാവരി. കൊല്ലവർഷം ആരംഭിക്കുന്നത്? ഉത്തരം AD 825. അർബുദം ബാധിക്കാത്ത മനുഷ്യാവയവം? ഉത്തരം ഹൃദയം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഏക കന്റോൺമെന്റ്? ഉത്തരം കണ്ണൂർ. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം നിംബസ്. മാർബിളിന്റെ രാസനാമം? ഉത്തരം കാൽസ്യം കാർബണേറ്റ്. 2013 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം MK സാനു. ശ്രദ്ധിക്കുക, 2013 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് MK സാനു. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. അടുത്ത ചോദ്യം നോക്കാം. ഹോക്കിയുമായി ബന്ധപ്പെട്ടത്? ഉത്തരം അഗാഖാൻ കപ്പ്. നമുക്ക് മറ്റുള്ളവയൊക്കെ ഒന്ന് നോക്കാം. യൂറോ കപ്പ് ഫുട്ബോൾ ആണ്. കോപ്പ അമേരിക്ക ഫുട്ബോൾ, രഞ്ജി ട്രോഫി ക്രിക്കറ്റ്. അടുത്ത ചോദ്യം നോക്കാം. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം വയനാട്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതി? ഉത്തരം ദൈവദശകം. നദികളെക്കുറിച്ചുള്ള പഠനശാഖ? ഉത്തരം പോട്ടോമോളജി. സെലനോളജി എന്ന് പറയുന്ന സ്റ്റഡി ഓഫ് മൂൺ ആണ്. പെട്രോളജി എന്ന് പറയുന്ന സ്റ്റഡി ഓഫ് റോക്സ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. വേദനയോടുള്ള അമിത ഭയം? ഉത്തരം ആൽഗോഫോബിയ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം? ഉത്തരം കോട്ടയം. ആദ്യം കണ്ടുപിടിച്ച ആസിഡ്? ഉത്തരം അസറ്റിക് ആസിഡ്. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഉത്തരം ഓക്സിജൻ. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം റൈനെ ദെക്കാർത്തെ. ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബാംഗ്ലൂർ. 2013 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആര്? ഉത്തരം ആലീസ് മൺറോ ആണ് 2013 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്. നമുക്ക് നോക്കേണ്ടത് 2024 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഓഥർ ഹാൻ ക്യാങ് ആണ്. ഹാൻ ക്യാങ്. അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രയാൻ 1 പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മയിൽസ്വാമി അണ്ണാദുരൈ. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം? ഉത്തരം 2012. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്നത് താഴെ പറയുന്നവയിൽ ഏത് മാർഗം മുഖേനയാണ്? ഉത്തരം വികിരണം. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണം? ഉത്തരം ന്യൂട്രോൺ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? ഉത്തരം പ്ലാസ്മ. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം? ഉത്തരം ബുധൻ. ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം? ഉത്തരം കോൺകേവ് ദർപ്പണം. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം അലുമിനിയം. കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ഉത്തരം ഓക്സിജൻ. അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജ്ജമാണുള്ളത്? ഉത്തരം സ്ഥിതികോർജ്ജം. താഴെ പറയുന്ന വാതകങ്ങളിൽ അലസവാതകമല്ലാത്തത് ഏത്? ഉത്തരം നൈട്രജൻ. വ്യത്യസ്തമായ മണ്ണിനങ്ങളുടെ pH തന്നിരിക്കുന്നു. ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഉത്തരം 5. അടുത്ത ചോദ്യം നോക്കാം. മാംസ്യത്തിന്റെ അഭാവം മൂലം കുട്ടികളിൽ കണ്ടുവരുന്ന രോഗമാണ്? ഉത്തരം ക്വാഷിയോർക്കർ. ശരീര തുലനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം? ഉത്തരം സെറിബെല്ല. തന്നിരിക്കുന്നവയിൽ മൊണീഷ്യസ് അല്ലാത്ത സസ്യം? ഉത്തരം ജാതി. മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി? ഉത്തരം പ്രോട്ടോസോവ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി? ഉത്തരം തൈറോയിഡ്. ഒഫ്താൽമോളജി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നേത്രരോഗ ചികിത്സ. കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം? ഉത്തരം മൈറ്റോകോൺട്രിയ. BCG വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്? ഉത്തരം ക്ഷയം. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ച്? ഉത്തരം കരൾ. രക്തപര്യനം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം വില്യം ഹാർവി. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. 81 ഓപ്ഷൻ ബി, 82 ഓപ്ഷൻ ബി, 83 ഓപ്ഷൻ ബി, 84 ഓപ്ഷൻ ഡി, 85 ഓപ്ഷൻ സി, 86 ഓപ്ഷൻ എ, 87 ഓപ്ഷൻ ഡി, 88 ഓപ്ഷൻ എ, 89 ഓപ്ഷൻ സി, 90 ഓപ്ഷൻ ബി, 91 ഓപ്ഷൻ ബി, 92 ഓപ്ഷൻ എ, 93 ഓപ്ഷൻ ബി, 94 ഓപ്ഷൻ ഡി, 95 ഓപ്ഷൻ സി, 96 ഓപ്ഷൻ എ, 97 ഓപ്ഷൻ സി, 98 ഓപ്ഷൻ ബി, 99 ഓപ്ഷൻ എ, 100 ഓപ്ഷൻ ഡി.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്